നീ വിവരം പറയടാ. എങ്ങോട്ടാടാ നീ കൂരിട്ടത്ത് എന്നെ വലിച്ചോണ്ട് പോകുന്നത്? ചുമ്മേ, എടാ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്യില്ല. വിവരം പറയാതെ കൊമ്മി ഇവിടെ നനഞ്ഞ്. എനിക്ക് നിന്നെ സംശയമാ. അയ്യോ അയ്യോ അയ്യോ. ചുമ്മേ, നമ്മളോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമാണ്? അത് നമ്മള് ജനിച്ച ദിവസം തൊട്ട് കൂട്ടി നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടെ ലോകം ഭരിച്ചു നടക്കുക അവനാടാ പരലോകം പോക്കും. അവൻ കുലുക്കു കുത്തിയൊക്കെ നിർത്തി ഇപ്പൊ പുതിയൊരു അതെന്റെ ഏർപ്പാടാടാ. പോലത്തെ ഒരു പെണ്ണിനെ അവൻ എവിടുന്നോ പൊക്കിയെടുത്തു കൊണ്ടുവന്നു. അടസുമ്മേ, നമ്മൾ ആൺകുട്ടികളാണെങ്കിൽ അവനെ തട്ടി അവളെ നമുക്കെടുക്കും. ആരെങ്കിലും പെണ്ണുങ്ങളെ വളച്ചെടുക്കുന്ന കാര്യത്തിൽ ഞാനൊരു കാലം തന്നെയാ. അത് നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തൊരു ഐശ്വര്യമുള്ള മുഖമാണ്. ഒന്ന് പോരാ കാണണേ. എടാ, ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ബെൻഡിങ് അഴിച്ചു വച്ചേക്കാം. തൊമ്മേ, നമുക്ക് സ്വല്പം കൂടി അടിക്കണം. വേണ്ട വേണ്ട, അവളെ കിട്ടിയിട്ട് നമുക്ക് 3 പേർക്കും കൂടി അടിക്കാം. നിങ്ങൾക്കേവർക്കും സുപരിചിതമായ സുപ്രസിദ്ധ സിനിമാ നർത്തകി തഥാലങ്കിടി ഗിരിഗിരിബായിയുടെ നൃത്തം വൈരവൈ ഫീസില്ല, പ്രവേശനമില്ല, ആർക്കും കാണാം. ലോകപ്രസിദ്ധിയായ തപാലങ്കിടി ഗിരിഗിരിബായിയുടെ നൃത്തം കാണാൻ സുവർണാവസരം, ആർക്കും കാണാം. വൈരവൈ. എടാ പപ്പു, എടാ വല്ലാൻ പപ്പു, എടാ എടാ തന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അങ്ങനെ വിളിക്കല്ലടി, എനിക്ക് കുറച്ചില്ല. നമ്മൾ തമ്മിൽ പരിചയമുള്ളത് ആരും അറിയണ്ട. ആ, താനിപ്പോ വലിയ ആളായിപ്പോയില്ലേ. എന്നാലും ആ പഴയ കുളിക്കുത്ത് മറക്കല്ലേ. നീ ഇവിടെ കാണാറില്ലല്ലോ. എനിക്കളെ പിരിഞ്ഞ് ഞാനിപ്പോ 20 കൂട്ടുകാരുമായി പോയില്ലേ? അതിന് നിന്നോട് ഇവിടുന്ന് പോലെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ നീ തലയും ആമോസമാണ് വീണവനാ. നിന്നെ എനിക്ക് ഉപേക്ഷിക്കണം. മറ്റ് പലരും ഉപേക്ഷിച്ചാലും നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ നമ്മൾ സ്വലാതിയല്ലോ. ആ, വനത്തിലേ ചേരൂ. പണ്ടുള്ള കാരണന്മാര് പറഞ്ഞിട്ടുള്ളതൊന്നും വെറുതെ അല്ല. ഈ സംശയക്ക് സുഖിയായിരിക്കില്ലേ? ഓഹോ, അപ്പോൾ ഞാൻ കേട്ടതിലും കൂടുതലാണ് കാര്യങ്ങളല്ലേ? ആ, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ വച്ചു. അന്യജാതിക്കാരുമായി കഴിയുന്നതും അകന്നിരിക്കുന്നതല്ലോ നല്ലവൻ. എനിക്ക് വറിച്ചും നാണുപിള്ളയും ഒന്നാണ്. നിങ്ങളെ രണ്ടായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അത് പണ്ട്. ഇപ്പൊ രണ്ടാണ്. 2 ജാതി, നായരും ക്രിസ്ത്യാനി. ജനിക്കുമ്പോൾ വറീച്ചൻ നാണുപിള്ളയും നാണുപിള്ള വറീച്ചനുമായി ജനിച്ചിരുന്നെങ്കിലോ? ദൈവം നമുക്കൊന്നേ ഉള്ളൂ വറീച്ച, സ്നേഹം. അച്ഛൻ ഇപ്പൊ പ്രത്യേകിച്ചിങ്ങോട്ട് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ. ഇക്കാര്യത്തിൽ അച്ഛൻ ഇടപെടരുത്. പള്ളിക്കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. ഇതും പള്ളിക്കാരും തന്നെയാണ്. മിശിഹാ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. നമ്മളെ മക്കളും അനുസരിച്ച് അയൽക്കാരെ സ്നേഹിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചാമ്മയും വറീച്ചനെ പോലെ വാശി പിടിച്ചു നിൽക്കുകയാണോ? ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ? വേണ്ട അച്ചാമ്മേ. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് ക്രിസ്തുവിനെ ധിക്കരിക്കുന്ന വീടാണ്. പാപികളോട് പൊറുക്കണമേ എന്നല്ലയോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
വറീച്ചൻ തിരുത്താൻ തയ്യാറില്ല. ഇല്ല അച്ഛോ, അവസാനം ആ സിമിത്തേരി വരുന്നത് വരെ ഇല്ല. എങ്കിൽ ഞാൻ പോകുന്നു. വറീച്ചൻ നാളെ പള്ളിയിലോട്ടൊന്ന് വരണം. ആ, അല്ലെങ്കിൽ എനിക്ക് നാളെ പള്ളി വരെ ഒന്ന് വരണം. എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം. ഉം. പാപ്പി, എന്തോ നിന്നെ ഈടെയെങ്കിലും പള്ളിയിലോട്ട് കാണാറില്ലല്ലോ. അവനെ എനിക്ക് മനസ്സിലാവും. പക്ഷെ വറീച്ച, നിങ്ങളെ മനസ്സിലാക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. പള്ളിയിൽ പോവുകയും കഴുത്തിൽ വെന്തിങ്ങ തൂക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ആരും ക്രിസ്ത്യാനിയാവില്ല. ക്രിസ്തുവിനെ മനസ്സിലാക്കുക. കഴിയുമെങ്കിൽ അനുസരിക്കുക. അച്ഛോ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാ. വേണ്ട നാനുവാച്ചൻ, ഇനി ഇരിക്കില്ല. ഞാൻ വരട്ടെ. രൂപയ്ക്ക് 4 ചാള. ഓ ചാള ചാള രൂപയ്ക്ക്. നോക്കട്ടെ. ആ പരലോകം തക്കല്ലേ? മനസ്സിലായില്ലല്ലോ. ഞാൻ മേരി, പരിമളം മേരി. പരിമളം മേരി എന്ന് വെച്ചാൽ? അയ്യോ, എന്നെ മറന്നുപോയോ? ഓ, ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നു, എത്ര പേരെ പരിചയപ്പെടുന്നു, ഇതെല്ലാം ഓർമ്മിക്കാനൊക്കെ പോസിബിൾ. എനിക്ക് 4 കാശായപ്പോ നീ ആളുകളൊക്കെ മറന്നില്ലേടാ? എനിക്കറിയാനുള്ള കാശ് മാറുന്നു. മത്സ്യഗന്ധം മീൻ നാറുന്നു. നീ നാറും. നീ അതിനേക്കാൾ മാറിയ ഒരു തൊലിവെളുത്ത പെണ്ണിനെ കണ്ടപ്പോ നീ ആള് മാറിയില്ലേടാ? എന്റെ പൊന്നു മേരി, നീ എന്നെ അപമാനിക്കല്ലേ. ഞാൻ മദ്രാശി പോയിട്ട് വരുമ്പോ വില കൂടിയ ഒരു സെന്റ് നിനക്ക് എമാക്കിക്കൊണ്ട് വരാം. അപ്പൊ താൻ മദ്രാസിക്ക് പോലെയാണ്. ആ, ഒരു ചെറിയ ബിസിനസ് വന്നിട്ടുണ്ട്. ചിലപ്പോ ഒത്താരങ്ങ് ഒക്കും. ആ, മനസ്സിലായി. ഒത്താ നല്ലപോലെ ഒക്കും. അയ്യോ, ഇത് അതൊന്നും അല്ലടി. ഇത് ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട്. എന്ത് ഓർക്കായാലും ശരി, എന്റെ കാശ് വന്നിട്ട് പോയാൽ മതി. ഇല്ലത്തോണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിലിട്ട് പിടിക്കും കേട്ടാ. ഓ, എന്റെ മേരി, നീ നാട്ടം നീ. അയ്യോ, നാട്ടം. ആ, നീ നോക്കോ. നീ ഇനി നാറായിരിക്കേ ഉള്ളൂ. പരിമളമേരി പറയണത്. ആ, പിടിക്കണ പൊട്ടിച്ച്. എടാ, ഇതിനൊന്നും പിടിക്കാൻ. ആ, പിടിച്ചാ. ആ, അയ്യോ, നാറി എന്നെ നാറ്റിച്ച് കളഞ്ഞു. ഈ നാറ്റം കൊണ്ട് ഇനി ഞാൻ എങ്ങനെ മല്ലാത്തിനും. മോളെ നളിനി, അർപ്പത്തിരിക്കുന്ന പാൽപ്പായസം പോയിഞ്ഞു പോകല്ലേടി? എടീ, കരിമീൻ പാലേറി വെച്ചാ മതി. വേണമെങ്കിലേ 3-4 എടുത്ത് പൊരിച്ചോ. ആടിന്റെ കറ വലുത്താമ്പോ മുളകധികം ചേർക്കല്ലേ, അച്ഛനത് ഇഷ്ടമല്ല. കോഴിയെ കൊന്നോടി, അപ്പച്ചൻ ഇപ്പൊ വരും. ഊരി, നീ ഒരു ഒരത്തും. നാളെ അവന് ചോദ്യം, ഞാൻ എന്ത് ചെയ്യും? നീ പള്ളി പോരുത്. അവരെന്ത് ചെയ്യുമെന്ന് കാണട്ടെ. അയ്യോ, അപ്പച്ചൻ എന്നെ കൊല്ലും. നമുക്ക് ഈ നാട് വിട്ട് എവിടെങ്കിലും പോവാം. നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണിക്കിടില്ല, അത് തീർച്ച. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ അപ്പച്ചൻ പാവമാണ്. നമ്മുടെ അച്ഛന്മാർ രണ്ടും പാവങ്ങളല്ല. എനിക്ക് അവരെ വെറുപ്പാണ്. അല്ല പ്രബേട്ട, അവരെന്നെ നമ്മെ ഇതുവരെ വളർത്തിയത് നമ്മളെ വേദനിപ്പിക്കാൻ, തീ തീറ്റിക്കാനല്ലേ? ഇതിനു വേണ്ടി വളർത്തണ്ടായിരുന്നു. പഴയ മനുഷ്യരല്ലേ, അവർക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും. കാര്യം പറയാൻ ഗ്രേസ് ഇത്രയും വളർത്തിയിടണമെന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ പിരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല. പ്രബേട്ട, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പുന്നമൂട്ടിൽ വറീച്ചിന്റെയും ഭാര്യ അച്ചാമ്മയുടെയും മകളായ ഈ നിൽക്കുന്ന ഗ്രേസിയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും
തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കുരിയത്തറ ഔസേപ്പിന്റെയും ഭാര്യ റോസമ്മയുടെയും മകനായ ഈ നിൽക്കുന്ന കുഞ്ഞുമോനെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? എന്നോട് ക്ഷമിക്കണം അച്ഛോ, എനിക്ക് സമ്മതമല്ല. ഈ തരവഴിത്തരം ഞങ്ങളോട് വേണ്ടായിരുന്നു അറിയിച്ച. ഇതൊരു തരം തന്തയില്ലായ്മയായി പോയി. ഇങ്ങനെയൊന്ന് എന്റെ ആയുസിൽ ആദ്യമാണ്. മനസ്സിയോദ്യം കഴിഞ്ഞ പെണ്ണിന് വയറ്റിലുണ്ടായിന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കുറെ കടന്നുപോയി. ഇയാള് സമാധാനം പറയാം. ഞങ്ങൾ എന്തോ ചെയ്യണം? അവൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടായിരിക്കും. താൻ തന്നെയാണോ അവളുടെ തന്ത? താൻ പലവട്ടം വന്ന് കണ്ടതല്ലേ ഞങ്ങളുടെ ചെറുക്കനെ? എടാ ജോർജ് കുട്ടിയെ ഒന്നും കൂടി തിരിഞ്ഞെന്നേ, ഇയാളൊന്ന് കാണട്ടെ. നോക്കടോ, എന്റെ മോൻ എന്താണ് ഒരു കുറവ്? വായി പറ്റ ആണും പെണ്ണും കേട്ട ഇയാളോട് വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ഇത്രയും വർഷത്തെ പുരോഹിത ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊന്ന് ആദ്യമാ. മനസ്യോദ്യത്തിന് ഒരു പെണ്ണും എതിര് പറയാറില്ല. ഇതവ കൂടുതലും ചെയ്യാൻ പറ്റൂ. ആ നായർ ഇതും ഇതിനപ്പുറവും ചെയ്യും. അതൊന്നും അല്ല കാര്യം. എന്താണെന്ന് ഗ്രേസിയോട് തന്നെ ചോദിക്കാം. അവളെവിടെ? ഗ്രേസി, എടി ഗ്രേസി. പറയൂ മകളെ, മനസ്സ് ചോദ്യം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. നീ എന്തുകൊണ്ട് എന്നെ സമ്മതിച്ചില്ല? ഞാൻ പറയൂ, എന്താണെങ്കിലും പറയൂ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു. ചെറുപ്പത്തിന്റെ ചാവല്യങ്ങൾ മനസ്സിനെ പല വഴിക്കും കൊണ്ടുപോകും. നാം കണ്ടുമുട്ടുന്ന പലരോടും നമുക്കിഷ്ടം തോന്നും. പക്ഷേ ജീവിതമാകുന്ന ഈ മഹായാത്രയിൽ അതെല്ലാം നിസ്സാര കാര്യമാണ്. നീ കൊച്ചുകുട്ടിയാണ്, ജീവിതം ആരംഭിച്ചിട്ടില്ല. നിനക്ക് മുമ്പേ ജനിച്ച് നിന്നേക്കാൾ കൂടുതൽ ജീവിതാനുഭവമുള്ളവർ പറയുന്നത് കേൾക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഗർഭിണിയാണ്. എന്റെ കർത്താവേ. റീച്ച, ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ആ വിവാഹം തന്നെ നടത്തിക്കൊടുക്കും. അച്ഛൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്? എന്റെ മോനെ നായർ ചെറുക്കനെ കൂടി ഞാനങ്ങനെ കെട്ടിക്കും. ജാതിയും മതവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ല. മനസ്സിന്റെ ചേർച്ചയാണ് ഇവിടുത്തെ ജീവിതത്തിൽ രഹസ്യം. അത് അമ്പലത്തിൽ വെച്ചായാലും പള്ളിയിൽ വെച്ചായാലും എല്ലാം ഒന്നല്ലേ. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ഈ ഇടവക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈ ഇടവകയിൽ എല്ലാ ജാതിക്കാരും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സിലെ മുള്ളുവേരുകൾ പൊളിച്ചു കളയാതെ ആ തിരുമുറുകൾ ഉണങ്ങിയില്ല. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ലച്ചോ. അവൾ ഈ വീട്ടിൽ കിടന്ന് പെറ്റാലും വേണ്ടില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് വിചാരമില്ല. അയ്യോ, അച്ഛൻ വിചാരിക്കുന്ന പോലല്ല. അവള് മഹാകള്ളിയ. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബക്കാർ സമ്മതിക്കില്ല. ജാതി നോക്കണ്ടേ അച്ചോ? അവർ തമ്മിൽ അടുക്കാൻ ജാതി ഒരു പ്രശ്നമായില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് പറയാൻ കഴിയും. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വരട്ടെ ദേവിയമ്മ. അച്ഛൻ ഇവിടുന്ന് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിച്ചില്ല. ഓ സാരമില്ല, ഞാനിവിടെ തന്നെയല്ലേ, എപ്പോഴും കുടിക്കാമല്ലോ. താനുമല്ലേ, ഇറങ്ങട്ടെ. പിന്നെ അച്ഛനോട് അങ്ങനെ പറഞ്ഞെങ്കിലും മറ്റുള്ളവരോട് പ്രഭാകരന്റേതാന്നേ പറയാവൂ. നീ എന്ത് മണ്ടത്തരാടി പറയുന്നു? പണ്ടത്തരമല്ലെന്നേ. പ്രഭാകരന്റേതാന്ന് പറഞ്ഞാൽ നമുക്ക് ജയമായി. പുന്നമൂട്ടിക്കാരെ നമ്മൾ തോപ്പിച്ചെന്നു വരും. ബേബി,
എടാ നിനക്കും എന്നെ മനസ്സിലായില്ലടാ. മനസ്സിലായടാ, പക്ഷേ എന്റെ പെങ്ങൾ ഗർഭിണിയായപ്പോഴേ ശരിക്കും മനസ്സിലായുള്ളൂ. നീനായിരുന്നു. എനിക്ക് ഗ്രേസിയോട് തെറ്റാണോടാ. അതറിഞ്ഞിട്ടും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് ഗ്രേസിക്ക് പറ്റിയത് എന്നിൽ നിന്നും നിന്റെ പെങ്ങൾക്കാണ് പറ്റിയതെങ്കിലോ? നമുക്കൊരു വീടേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്ന് രണ്ടായി. വേലി കെട്ടി, ശത്രുക്കളായി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടുകയും ചെയ്തു. നീ പറ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാതിരിക്കുക.